Now come to the solution of algebraic equations. Okay. ഇവിടെ നമ്മൾ പറഞ്ഞത് യൂഷ്വലി നമ്മുടെ സൊല്യൂഷൻ ടെക്നിക്സിൽ, ന്യൂമറിക്കൽ ടെക്നിക്സിൽ സൊല്യൂഷനിൽ നമ്മൾ സാധാരണ വരുന്നത് one is the direct method, second one is the iterative method. Direct methodൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഓരോ പാർട്ടായിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വരുവാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഗോസ് സിഡൽ മെത്തേഡിൽ അല്ലെങ്കിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ നമുക്കറിയാം, നമ്മൾ ട്രയാങ്കുലർ മെത്തേഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. തന്നിരിക്കുന്ന ലീനിയർ സെറ്റ് ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുന്നു, അതിനെ ട്രയാങ്കുലർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ബാക്കിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, 1 by 1 ഓരോ വേരിയബിളിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു അല്ലേ. ഇറ്ററേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എൻ്റയർ സൊല്യൂഷൻ്റെ നമ്മൾ ഓരോ മെത്തേഡിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഒരു തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്, എൻ്റയർ പ്രോബ്ലത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ തന്നു, എൻ്റയർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, ഒരു ഇനീഷ്യൽ സൊല്യൂഷൻ x0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ സൊല്യൂഷൻ. അവിടെ ഡിഫറെന്റ് വേരിയബിൾസ് മേ ബി ദർ. ദെൻ അടുത്ത ഈ x0 എന്ന് പറയുന്ന സൊല്യൂഷനെ ഇംപ്രൂവ് ചെയ്ത് x1 എത്തുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അപ് ടു എവിടെ വരും, ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ സൊല്യൂഷൻ കൺവേർജ് ചെയ്യാന്ന് പറയും. കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, n1ഉം n+1ഉം ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരിക. അതായത് ഒരു പോയിന്റിലോട്ട് സൊല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആ പോയിന്റിലോട്ട് അത് കൺവേർജ് ചെയ്ത് വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെരി സ്മോൾ ആകുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയി വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് ഇറ്ററേറ്റീവ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് പറഞ്ഞിരിക്കുക. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻ. എ സൊല്യൂഷൻ to a set of equation consists of a set of values assigned to the variables 1, 4. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, we have to identify the value of x and y are the variables here, right? So we have to identify the values of x and y which satisfy these two equations. Okay. So different matrix forms are there. This is the upper triangular form, this is the lower triangular form. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ. ഇനി സിസ്റ്റം ഫോർ ഇക്വേഷൻസ് ജനറലി നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, a11 x1 plus a. ജനറലി വി സേ ദാറ്റ് വി ഹാവ് m ഇക്വേഷൻസ് ആൻഡ് n അൺനോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹിയർ m equal to 4. ഇവിടെ m n 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. a11 x, generally നമ്മൾ a11 x1 plus a12 x2 a13 x3 a14 x4. x1 x2 x3 x4 are the variables and the corresponding coefficient. First equation ന്റെ coefficients, second equation ആണെങ്കിൽ a21 22 23. അതായത് we put a, in general we say that aij are the coefficients. I stands for the row and j stands for the column. അല്ലേ? Okay, and b1 b2 bi's are known as the right hand side constants. Okay, in matrix ഫോമിൽ നമ്മൾ അതിനെ എഴുതുന്നു, ax equal to b എന്ന് പറയുന്ന ഫോമിൽ എഴുതുന്നു. a എന്ന് പറയുന്നത് ഏതായിരിക്കും, a is the coefficient matrix, variables the coefficients, and x എന്ന് പറയുന്ന that is a column matrix. അതിന്റെ ട്രാൻസ്പോസ് ആയിട്ടാണ് ഇങ്ങനെ റോ മെട്രിക്സ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത് കോളം മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. x1 x2 x3 x4 അല്ലേ. ax equal to b എന്ന് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ മെട്രിക്സ് ഫോമിൽ എഴുതണമെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, റൈറ്റ്? That is number of columns of the first matrix should be equal to number of rows of the second, അല്ലേ, എങ്കിലേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. ആൻഡ് b is also a column matrix, എങ്കിലേ നമുക്ക് ഇതിനെ a11 x1 plus a12 x2 plus a13 x3 a14 x4 equal to b1 എന്ന് എഴുതണമെങ്കിൽ ഇത് നമ്മുടെ കോളം മെട്രിക്സ് ആയിരിക്കണം. Okay, ini a homogeneous system of equation x equal to b of the linear equations of m linear equations in n unknowns, unique solution if and only if the coefficient matrix a is of
നോൺ സിംഗുലർ എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ്. Okay, now come to the direct methods. Direct method, first method is the Gauss elimination method. ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. സപ്പോസ് നമുക്കൊരു ഈ തന്നിരിക്കുന്ന ഇവിടെ നമുക്ക് x1 x2 x3 3 വേരിയബിൾസ് ആർ ദെയർ ആൻഡ് 3 ഇക്വേഷൻസ് ആർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ്, എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഈസ് നോൺ ആസ് ദ ഓഗ്മെന്റഡ് മെട്രിക്സ്. എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതുക. അതിൻ്റെ അകത്ത് ബി കോളത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്, ബി കോളത്തെ പറ്റി നമ്മൾ ബോധർ ചെയ്യുന്നില്ല. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുമ്പോൾ ഇനി നമ്മൾ ഇതിനെ ട്രയാങ്കുലർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതും. അപ്പർ ട്രയാങ്കുലർ ഫോമിലോട്ട്. അപ്പർ ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏതാ, നമ്മുടെ ഡയഗണൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സിലെ, അതായത് A11 എലിമെന്റ് നോൺ സീറോ ആയിരിക്കണം, കറസ്പോണ്ടിങ് കോളം വാല്യൂസിനെ 0 ആക്കണം. ആൻഡ് A22 എലിമെന്റ് ഇവിടെ നമുക്ക് 3/3 ആയതുകൊണ്ട് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ് ഷുഡ് ബി നോൺ സീറോ ആൻഡ് കറസ്പോണ്ടിങ് കോളം വാല്യൂസ് ബിലോ ദാറ്റ് എലിമെന്റ് ഷുഡ് ബി 0. അതാണ് നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്വേർഡ് മെത്തേഡ്, മൂവിങ് ബാക്ക്വേർഡ്സ് ടു ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ദാറ്റ് ഈസ് ഇത് രണ്ട് 0 ആണെങ്കിൽ നമ്മൾ ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0 into x1 plus 0 into x2 plus 0 അല്ല ദിസ് വേരിയബിൾ into x3 equal to b3 എന്ന് വരും. ഓക്കെ, A33 മോഡിഫൈ ചെയ്ത്, കാരണം നമ്മൾ ഇവിടെ നമ്മൾ റോ എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന മെട്രിക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് അപ്പർ ട്രയാങ്കുലർ ഫോമിലോട്ട് കൊണ്ടുവരും ബൈ എലിമെന്ററി റോ ഓപ്പറേഷൻസ്. സോ A33 എന്ന് പറയുന്നത് A33 ഡാഷിലോട്ട് A33 എന്ന് പറയുന്നത് ആയിരിക്കത്തില്ല ഇവിടെ, കാരണം ഈ എലിമെന്റുകളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ എലിമെന്റ്സിനും ചേഞ്ച് വരും ഇതിനെ 0 ആക്കുമ്പോൾ. ഓക്കെ, അപ്പൊ A33 ഡാഷ് അനദർ വേരിയബിൾ ആണ് ഇവിടെ വരുന്നത്. അപ്പം ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇവിടെ 0 ആണ്, 0 into x1 plus 0 into x2 will be 0. അപ്പൊ x3 മാത്രമേ ഇവിടെ നമുക്ക് പ്രസന്റ് ആവുന്നുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു b3 അല്ല b3 ഡാഷ് വരും, കാരണം മെട്രിക്സ് ചേഞ്ച് ആയി. ഇവിടെ നമുക്ക് ആദ്യത്തെ വേരിയബിളിന്റെ വാല്യൂ കിട്ടും x3. സി, we are asked to solve the system of equations means we have to identify the value of the variables x1 x2 x3 which satisfies all these 3 equations, right? Okay, അപ്പൊ x3 equal to എങ്ങനെ വരും, b3 dash by a33 dash. ഓക്കെ, then സെക്കൻഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 0 ആയിരിക്കും. then സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് A22 x2 plus ഇത് ചേഞ്ച് വരും. ഓക്കെ, ഇവിടെ നമുക്ക് x3യുടെ വാല്യൂ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ x2ന്റെ വാല്യൂ ഇവിടുന്ന് ഐഡന്റിഫൈ. ഇനി x2 x3 നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. അടുത്തതിലോട്ട് വരുമ്പോൾ 3 വേരിയബിൾസ് കാണും. x2ന്റെ x3യുടെയും വാല്യൂ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് x1. ഓക്കെ, നമ്മൾ ആദ്യം നമുക്ക് എക്സാമ്പിൾ ചെയ്തിട്ട് പോവാം. ഓക്കെ Okay, now solve the following linear system of equations using Gauss elimination method. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് എന്താന്നുള്ളതൊന്ന് ഓർത്തിരിക്കണം, പേര് ഓർത്തിരിക്കണം. ഇന്ന മെത്തേഡ് ചെയ്യാൻ പറയാം, ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ സോൾവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരു മാർക്കും കിട്ടത്തില്ല എക്സാമിനേഷൻ കേട്ടോ. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദ മെത്തേഡ്. ഓക്കെ, സോ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ എഴുതുന്നു. ഏതായാലും നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 അല്ലേ, 4 3 4 then 9 3 4 3 8 7 are the right hand side constant. Right hand side constant നമ്മൾ സെപ്പറേറ്റ് ഒരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം. കാരണം നമ്മൾ ട്രയാങ്കിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ നോക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഡയഗണൽ എലിമെന്റ്. എ നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ, എ ബിയെ കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിനും ചേഞ്ച് വരും. ആ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഇവരെയും കൂടി ഈ കൂടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്ക്, നമ്മുടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എലമെന്റ് A11 എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ് ഷുഡ് ബി നോൺ സീറോ. ഇത് 1 ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 4ഉം 9നെ 0 ആക്കണം. അപ്പൊ നമ്മൾ 4ഉം 9നെ 0 ആക്കാൻ ഈ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഇത് നമ്മുടെ റോ 1 ആണ്, ഈ സെക്കൻഡ് റോ 2 ആൻഡ് തേർഡ് വൺ R3. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോയെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ R2 സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ ചെയ്താൽ ദിസ് വാല്യൂ വിൽ ബിക്കം 0 അല്ലേ? അപ്പൊ ചെയ്യുമ്പോൾ ആ റോയിലെ എല്ലാ എലമെന്റ്, ഇത് ഈ റോയിലെ 4നെ നമ്മൾ 0 ആക്കുമ്പോൾ ഈ റോയിലെ ബാക്കി എലമെന്റ്സിന് എല്ലാത്തിനും സെയിം ചേഞ്ച് വരണം, അല്ലെ നമ്മുടെ മെട്രിക്സ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ R2 ബിക്കംസ്, നമ്മൾ എങ്ങനെ നൊട്ടേഷൻ കൊടുക്കുന്നത്? R2 ബിക്കംസ് അല്ല, R2 മൈനസ് R2 നമ്മൾ തിരിച്ചു ചെയ്താലും തെറ്റൊന്നുമല്ല, എങ്കിലും നമ്മൾ യൂഷ്വലി നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷനിലോട്ട് പോവുക. R2 മൈനസ് 4 ഇൻറ്റു R1 അല്ലേ? അപ്പൊ എന്തായി? ഇതിനെ 4 കൊണ്ട് നമ്മൾ ഇനി കൺഫ്യൂഷൻ തെറ്റിപ്പോകരുത്. മെട്രിക്സ് ചെയ്യുമ്പോൾ ഒരു എലമെന്റ് ചേഞ്ച് ആയാൽ മെട്രിക്സ് വിൽ ബി ചേഞ്ച്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം R2 എഴുതുക. R2 എന്ന് പറയുന്ന റോ ഏതാ? 4 3 4 8. ഇനി അടുത്തത് ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 4 4 12 ആൻഡ് ദിസ് മൈനസ് ദിസ് ആണ്, അല്ലേ? അല്ലെ, R2 മൈനസ് 4 R1. ഓക്കെ, അപ്പൊ ദിസ് മൈനസ് ദിസ്, സോ 4 മൈനസ് 4 0, 3 മൈനസ് 4 മൈനസ് 1, 4 മൈനസ് 4 0, then 8 മൈനസ് 12 മൈനസ് 4. കണ്ടോ വന്നിരിക്കുന്നത്? അപ്പൊ ഇതിങ്ങനെ താഴെ എഴുതിയതിന് ശേഷം ആ റോ എങ്ങോട്ട് എഴുതുക. രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റണം. കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നും ഇല്ല, ഫസ്റ്റ് റോ ഡയറക്റ്റ്ലി എഴുതുക. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് നമ്മൾ എഴുതി, തേർഡ് റോയ്ക്ക് നമ്മൾ ഇവിടെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തേർഡ് റോ ഡയറക്റ്റ്ലി എഴുതുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ 1നെ ബേസ് ചെയ്ത് തന്നെ വേണം, A11നെ ബേസ് ചെയ്തിട്ട് വേണം, ഈ ഡയഗണൽ എലിമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് വേണം അതിന്റെ താഴത്തെ 0 ആക്കാൻ. ഓക്കെ, കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രയാങ്കുലർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് ചെയ്യുമ്പോൾ വീണ്ടും മാറിപ്പോയി. ഇത് 0 എന്നുള്ളതൊക്കെ നോൺ 0 ആയൊക്കെ പോയെങ്കിൽ നമുക്ക് വീണ്ടും ഇരട്ടിപ്പണിയാം. സോ യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. സോ ഈ 9നെ 0 ആക്കാൻ എന്ത് ചെയ്യും? ഈ A11 എലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? ഈ റോയെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല, R3 മൈനസ് ഇതാണ് നമ്മുടെ നൊട്ടേഷൻ. R3 ബിക്കംസ് R3 മൈനസ് 9 R1. Isn't it? ഓക്കെ, അപ്പൊ എന്താണ് ചേഞ്ച് വരുന്നെന്നുള്ളത് കറസ്പോണ്ടിങ് ചേഞ്ച് അതുപോലെ എഴുതി വരണം. ഓക്കെ, അത്രയും ചെയ്തു വന്നേ. ചെയ്യാം. ഇപ്പോ നമ്മളിപ്പോ ഡയഗണലി 0 ആക്കി, അപ്പൊ നോൺ ഡയഗണലായി നിൽക്കണ എലമെന്റ് ഇപ്പൊ 0 ആണെങ്കിൽ അത് തെറ്റാണോ? അതിനെപ്പറ്റി നമ്മൾ അപ്പർ ട്രയാങ്കുലർ ആക്കാൻ പോവാ. ദാറ്റ് ഈസ് ഈ ട്രയാങ്കുലർ എലിമെന്റ്സിന് താഴെയുള്ള ഈ 3 വാല്യൂ ആണ് നമുക്ക് 0 ആക്കേണ്ടത് ഇവിടെ ഈ സിറ്റുവേഷനിൽ. ബാക്കി എലിമെന്റിന് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരു 0 വന്നില്ലേ, അത് നമ്മൾ ബോദർ ചെയ്യണ്ട. അത് ഓട്ടോമാറ്റിക്കലി ഇതിന് ഏത് ചേഞ്ച് വരുന്നു, സെയിം ചേഞ്ച് ഷുഡ് ബി ഹാപ്പൻഡ് ഇൻ ഓൾ അതർ എലിമെന്റ്സ് ഓൾസോ. അപ്പൊ അതേപ്പറ്റി നമ്മൾ ബോദർ ചെയ്യണ്ട. ഇത് 0 ആക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 0 ആയി പോയതാണ്. അതേപ്പറ്റി നമ്മൾ ബോദർ ചെയ്യണ്ട. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സിന്റെ ബിലോ വരുന്ന എലിമെന്റ്സുകളെ 0 ആക്കുക. ഓക്കെ, അപ്പൊ ഇത്ര ചെയ്തു വന്നേ. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ ഓക്കെ, ചെയ്തു വാ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈ ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, പക്ഷെ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെയ്യണം. കുറച്ച് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും.
ചെയ്തോ? ഇനി ഈ സ്റ്റെപ്പിലെത്തിയോ? 0 രണ്ട് കോളം, ഈ രണ്ട് കോളം ഈ റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, ഇത് വന്നു. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത്? നമ്മൾ ഈ A22 എലമെന്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ 6നെയും കൂടെ നമുക്ക് 0 ആക്കണം, അല്ലേ? ഫസ്റ്റ് റോ അല്ല, അല്ല, ഇത് A11 എലമെന്റ് നോൺ സീറോ, അതിന്റെ കോളം വാല്യൂസ് രണ്ട് നമുക്ക് 0 ആക്കി. ഇനി സി നമ്മൾ ഡയഗണൽ എലമെന്റ് ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുവല്ലേ നമ്മൾ ചെയ്യുന്നത്. സംബന്ധിച്ചോളം നമുക്ക് ഈ 3/3 ആയതുകൊണ്ട് ഈ 3 നമുക്ക് 0 ആക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ്, അതായത് നമ്മൾ പറയുന്ന ആ പ്രൊസീജിയർ പറയുമ്പോൾ നമ്മൾ അതിന്റെ സീക്വൻസ് പറയുന്ന A11 എലമെന്റ് നോൺ സീറോ, അതിന്റെ കറസ്പോണ്ടിങ് കോളം വാല്യൂ 0 ആക്കുക. Now come to A22 എലമെന്റ്, അതല്ലേ ഡയഗണൽ എലമെന്റ്സിലെ സെക്കൻഡ് പാർട്ട് ഇതല്ലേ? ഓക്കെ. അവിടെ A22 എലമെന്റ് നോൺ സീറോ ആയിരിക്കുക, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് കോളം വാല്യൂ 0 ആക്കുക. ഇതിവിടെ നോൺ സീറോ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇവിടെ ഇത് 0 ആയിരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? നേരെ താഴോട്ട് നോക്കുക, ഏതാണ് നോൺ സീറോ വാല്യൂ വരുന്നത്. താഴെ ഇത് നോൺ സീറോ ആണോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് രണ്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ. നമ്മൾ ആ എലിമെന്ററി റോ ഓപ്പറേഷൻസ് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ്? രണ്ട് റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. RI ആൻഡ് RJ ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലേ? ഏതെങ്കിലും ഒരു റോയെ നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, K × RI. അതിനെ വേറൊരു റോയുടെ കൂടെ ആഡ് ചെയ്യാം. അതാണ് നമ്മൾ മുമ്പേ ചെയ്തൊക്കെ, അല്ലേ? ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, അതല്ലേ ഇവിടെ ചെയ്തത്. R1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, R2 - 4R1 നമ്മൾ ചെയ്തു. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു നോൺ സീറോ കൊണ്ട് നമുക്ക് എലമെന്റിനെ ആഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യോ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ട്രയാങ്കിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അടുത്തത് നമ്മൾ ഏതാ? A22 എലമെന്റ് നോൺ സീറോ. ഇവിടെ നോൺ സീറോ ആണ്. ഇനി നമുക്ക് എന്താ? നമ്മൾ ഈ -6നെ 0 ആക്കണം. ഓക്കെ. -6നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ R2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് -6 ആവും, അല്ലേ? ദെൻ R3 - R2 ചെയ്യും. R3 becomes, ഓരോ പ്രാവശ്യം എഴുതി നിങ്ങൾ പോണം, അത് തെറ്റിപ്പോരുത്. R3 becomes R3 - 6R2. Isn't it? ഓക്കെ, അവൻ ചെയ്തേ. ഓക്കെ. സോ നമ്മൾ എവിടെ എത്തി? ഇവിടെ എത്തിയോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നേരെ മൂവിങ് ബാക്ക്വേർഡ്സ്, അതായത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആദ്യമേ എഴുതുക. 0 അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻസ് മുഴുവൻ എഴുതി വെച്ചു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് ക്ലിയർ ആണെങ്കിൽ തേർഡ് ഇക്വേഷൻ എഴുതി ബാക്കിലോട്ട് പോയാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഇക്വേഷൻ ഫോമിലോട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഏതാണ് ഫസ്റ്റ് ഇക്വേഷൻ? എങ്ങനെ വരും? x1 പ്ലസ് ഈ മെട്രിക്സ് Ax = B ഫോം അല്ലേ? നമ്മൾ Ax = B ഫോമിൽ എഴുതി. B എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ്. സി നമ്മൾ ഇവിടെ ചേഞ്ച് വരുത്തിയപ്പം ഈ എലമെന്റുകൾക്ക് ചേഞ്ച് വരണം. വന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x1 പ്ലസ് x2 പ്ലസ് x3 = 3, അല്ലേ? 3. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? 0x1 എന്ന് പറയുന്നത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് -x2 -1 × x2 അല്ലേ? പ്ലസ് 0x3 = എത്രയാണ്? -4. -4. ആൻഡ് ലാസ്റ്റ് വൺ എങ്ങനെ വരും? 0x1 = 0, 0x2 0. സോ
x3 ഈക്വൽ ടു 4. ഇതിൽ നിന്ന് നമുക്ക് x3യുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, x3യുടെ വാല്യൂ നമുക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ ഇത് നമുക്ക് വേണേൽ കോൾ ചെയ്യാം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഓക്കെ, ഇതിൽ നിന്ന് ഇക്വേഷൻ 3യിൽ നിന്ന് ഫ്രം 3 വി ക്യാൻ ഐഡന്റിഫൈ x3. ഈ 3യിൽ നിന്ന് x3 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് x3യുടെ വാല്യൂ പുട്ട് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി x3 എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് x2 കണ്ടുപിടിക്കാം. ഇനി x2 x3 കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1ൽ പുട്ട് ചെയ്തിട്ട് x1ന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. Is it clear? Yes, ma'am. Okay, എന്ന് ചെയ്തേ. Plus 4 plus 5 minus 3. So 2. By 5. So 2. Yes, ma'am. കിട്ടി. ഓക്കെ, 3 വാല്യൂ കിട്ടിയോ? x3 ഈക്വൽ ടു ഇനി സൊല്യൂഷൻ എടുത്തൊന്ന് എഴുതണം കേട്ടോ. സൊല്യൂഷൻ കിട്ടിയോ? അത് കിട്ടി മാം. -1/5 കിട്ടി. ഓക്കെ, -1/5. Okay, that is right. The solution of the equation equal to x1 equal to -1/5, x2 equal to 4, and x3 equal to 4/5. Okay. Hello, is it clear? Yes, ma'am. ഒരു പ്രോബ്ലം കൂടെ ചെയ്യണോ? മാം വേണ്ട മാം, അത് അറിയാം. മുന്നോട്ട് പോട്ടെ. വാട്ട് അബൌട്ട് others? ഹലോ, നിങ്ങളുടെ ഈ 4/4 കൂടെ വന്നിരിക്കുന്ന ചെയ്ത് നോക്കണം കേട്ടോ. 4/4 പറയുമ്പോ എങ്ങനെ വരും? ഡയഗണലി എലമെന്റ്സ് എങ്ങനെയാ വരുന്നത്? ഇത് A11, A12, A11, A12, A33, sorry, A11, A22, A33, A44. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 0 ആക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ മെട്രിക്സ് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇതിനെ നമ്മൾ R2 ചെയ്യാനായിട്ട് ഇത് 0 ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? R2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അതിന് വേറെ ബുദ്ധിമുട്ട്. ഇവർ ഈ 1/2 കൊണ്ട് ചെയ്ത് അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വെയിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. നിങ്ങളുടെ ആ ഒരു ഇതില് തന്നെ ചെയ്ത് മുന്നോട്ട് പോന്നേച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഡെസിമൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ അല്ലേ? അപ്പൊ ഡെസിമൽ വരുമ്പോ കറക്റ്റ് 1 പ്ലേസോ അല്ലെ കറക്റ്റ് 2 പ്ലേസോ ചെയ്ത് പൊക്കോളുക. ഡെസിമൽ കഴിഞ്ഞ് വരുന്നത് 1 or 2 പോയിന്റ്സ് മാത്രം ഇട്ടാൽ മതി. അതിന് മുന്നോട്ട് പോവുകയും വേണ്ട കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. എവിടെയാ? ഈ മെട്രിക്സ് ചെയ്യുമ്പോൾ
നമ്മൾ ഇനി അടുത്ത ബാക്കി ന്യൂമറിക്കൽ മെത്തേഡ്സിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് 4 ഡിജിറ്റ്സ് വരെയൊക്കെ വരേണ്ടി വരും. കറക്റ്റ് 4 ഡെസിമൽ പ്ലേസസ്. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് 4 എന്നോ 5 എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇൻ കേസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 4 ഡെസിമലിനെങ്കിലും കറക്റ്റ് ചെയ്തേ അടുത്തതിലൊക്കെ പോകാവുള്ളൂ. ഇത് മെട്രിക്സ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 ഡിജിറ്റിനോ 2 ഡിജിറ്റിനോ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇതുണ്ടോ 2 ഡിജിറ്റ് വരെ നമ്മൾ നോക്കിയാൽ മതി, അതിനപ്പുറത്തോട്ട് നമ്മൾ പോകണ്ട. 0 ആക്കുമ്പോഴത്തേന് ഓക്കെ, അതിനെ 0 ആക്കി കൊണ്ടുവന്നപ്പോൾ എന്തായി? നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് x4 കിട്ടുന്നു. ഇവിടെ 4 വേരിയബിൾ ഉണ്ട്. ഇനി x4ന്റെ വാല്യൂ ഈ 4th ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് x4 കിട്ടും. ഞാൻ x4ന്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് x3 കിട്ടും. ഇനി x3യുടെയും x4ന്റെയും വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് x2. ഈ 3 വേരിയബിളിന്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് x1. ദാറ്റ് ഈസ് വി ആർ മൂവിങ് ബാക്ക്വേർഡ്സ് മൂവ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട. ഫസ്റ്റ് റോ സെക്കൻഡ് റോ ചെയ്തിരിക്കുന്നത് 0 ആക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയഗണൽ എലിമെന്റ്സിൽ വന്നിരിക്കുന്ന ഈ എന്താ പറയാ, നമ്മുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സ് ഉണ്ടല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തേ താഴത്തെ 0 ആക്കാവുള്ളൂ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് താഴത്തെ 0 ആക്കുക. ദെൻ കം ടു ആ ഒരു സീക്വൻസിൽ പോകണം. ഇല്ല നമ്മുടെ ഈ ഡയഗണൽ എലിമെന്റ്സ് നമ്മൾ ആക്കിയിരിക്കുന്നത് ഇതൊക്കെ സംടൈംസ് നോൺ 0 ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ വീണ്ടും അതിനെ 0 ആക്കേണ്ടി വരും. TDS ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സീക്വൻസിലേ പോകാവുള്ളൂ. ഓക്കെ, now the complexity of the Gauss elimination method, we may just know that the fact that okay, the total arithmetic operations involved in this method for solving an n by n matrix ന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. The linear system is n cube plus 3n square minus n by 3 multiplication divisions, and this much number of additions and subtractions are needed. Okay. Now it may be remembered that special cases of system of linear equation may lead to there being no solution for the system and there being infinitely many solution. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചതാണ്. ഓക്കെ, അതെപ്പോഴാണ് നമുക്ക് വരുന്നത്? നമ്മൾ ഈ ഡയഗണൽ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സപ്പോസ് ഈ 4 എണ്ണവും 0 ആയി പോയായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെ? ഇവിടെ 2 അല്ലേ? ഇവിടെ x3 പ്ലസ് x4 ദിസ് 13.58 x3 മൈനസ് 20.57 x4 ഈക്വൽ ടു ദിസ് എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വി റൈറ്റ് x3 ഓർ x4 one in terms of the other. A constant is given into x4. അപ്പൊ നമ്മൾ പറയും x4ന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് x3യുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ x2ലോട്ട് വരുമ്പോഴോ ഇൻ ടേംസ് ഓഫ് ഒരു വേരിയബിളിന്റെ ടൈമിലേ ഇത് കയറി വരത്തുള്ളൂ. x1 x2 ഒക്കെ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയും. ഓക്കെ, നമ്മൾ ആ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളത് ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കണം ഏതിൻ്റെ അകത്തൊക്കെയാ വരുന്നതെന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഞാൻ ഇതിന് വേണ്ടി സമയം കളയുന്നില്ല. മുന്നോട്ട് പോട്ടെ? ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഹലോ, മുന്നോട്ട് പോട്ടെ? കുഴപ്പമില്ലല്ലോ? ഇല്ല മിസ്. Okay, now come to the second one. This is another direct method, row interchanges pivot condensation method. Gauss elimination with a row, Gauss elimination method തന്നെയാണ്, ചെറിയൊരു മോഡിഫിക്കേഷൻ. Gauss elimination with a row interchanges or pivotal condensation methods. The Gauss elimination method with the row interchanges is also known as pivotal condensation method. We illustrate the method by the following example. Solve the following equations by Gauss elimination method with the row interchanges pivot condensation method. That is, and compute up to 2 decimals only. ഇതും പറഞ്ഞിട്ടുണ്ട് കാരണം ഡെസിമൽ കയറി വരാം. ഓക്കെ, in the pivotal condensation method we look for numerically largest irrespective of the sign element in the first column. അപ്പോൾ ഫസ്റ്റ് കോളത്തിലെ ലാർജസ്റ്റ് എലമെന്റ് ആയിരിക്കണം A11 എലമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിവറ്റൽ കണ്ടൻസേഷൻ ഓർ റോ ഇന്റർചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ ഫസ്റ്റ് കോളം നോക്കുക, അതിന്റെ ഹയസ്റ്റ് വാല്യൂ ഏതോ അതിവിടെ A11 ഹയസ്റ്റ് ആക്കി. A11 ഹയസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്റർചേഞ്ച് ചെയ്യുക, ഹയസ്റ്റ് വന്നിരിക്കുന്ന വാല്യൂ ആയിട്ടുള്ള റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ ഓക്കെ, സോ ഇൻ ദിസ് കേസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ നോക്കി, ഇതാണ് നമുക്ക് ഈ ഇത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 0x1 ആണ്. x1 ആബ്സെന്റ് ആണെങ്കിൽ വി റൈറ്റ് ഇറ്റ് ആസ് 0x1 അല്ലേ? നമ്മുടെ വേരിയബിൾസ് എല്ലാം പ്രസന്റ് ആയിട്ടുണ്ട്. സോ ദ കറസ്പോണ്ടിങ് മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ് വന്നിരിക്കുന്നത്? 0 3 4 4 -2 1 ആൻഡ് 3 4 5 2 18 11 ആർ ദ BI കോൺസ്റ്റന്റ്സ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോളം നോക്കുക, ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, ഓൺലി ദ ന്യൂമറിക് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ വി ഇന്റർചേഞ്ച് ദ ഫസ്റ്റ് റോ ആൻഡ് ദ സെക്കൻഡ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോ നമ്മൾ ലാർജസ്റ്റ് വാല്യൂ ആക്കി കഴിഞ്ഞു, അതായത് A11 എലമെന്റ് ആക്കി. ഇനി സെയിം വേ ഇപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ അതിന്റെ കോളം വാല്യൂസ് രണ്ടെണ്ണത്തിനെ 0 ആക്കുക. ഇവിടെ ഒരെണ്ണം ഓൾറെഡി 0 ആണ്, അതുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. തേർഡ് റോയ്ക്ക് മാത്രം നമുക്ക് ചേഞ്ച് തന്നാൽ മതി. തേർഡ് റോയുടെ ചേഞ്ച് വരുത്താനായിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അല്ല മാം, അപ്പൊ 3 നമുക്ക് 0 ആക്കണം. തേർഡ് റോയിലത്തെ 3 0 ആക്കണം. 3 0 ആക്കുന്ന ഈ 4നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 0 ആക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോ R3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് R1ഉം അതേ സെയിം ഫസ്റ്റ് നമ്പർ സെയിം ആക്കി കഴിഞ്ഞാൽ പറ്റുമോ? മതി. ലൈക്ക് ഇപ്പൊ 12 ആണ് അതിന്റെ സെയിം നമ്പർ വരികയാണെങ്കിൽ അതായത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഇതിനെ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ദെൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലേ? ഇതിനെ 4 കൊണ്ട്, അത് നമുക്ക് ഈ ഒരു എലിമെന്റ് ആണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. ഈ ഒരു എലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനെ 0യിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഈ എലിമെന്റ് സെയിം ആവണം, 3 തന്നെയായി വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ R3 എന്താ നമ്മൾ ചെയ്യുന്നത്? R3 becomes R3 മൈനസ് ഇതിനെ 3 ആക്കണം. ഇതിനെ 3 ആക്കാൻ എന്ത് ചെയ്യണം? R1നെ ആദ്യം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. R1 by 4, പിന്നെ അതിനെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ R1 റോയെ 3 by 4 കൊണ്ട് ഓരോ എലിമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം, അപ്പൊ ആ റോ ഇതാ ഞാൻ പറഞ്ഞത്, അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനെ 3 by 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യമേ R1 അങ്ങ് എഴുതാം, R3 എഴുതാം, അതിന്റെ താഴെ 3 by 4 R1 എഴുതുക. ഓരോ എലിമെന്റിനും 3 by 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇത് രണ്ട് കറസ്പോണ്ടിങ് എലിമെന്റ്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് ആ റോ എഴുതുക. അതായിരിക്കും നമുക്ക് മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഫസ്റ്റ് റോ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതില് ഫസ്റ്റ് നമ്പർ 4 12 ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ അതേമാതിരി ഞാൻ ഇപ്പൊ R3 ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ശരിയാവോ? സെയിം അല്ലേ വരുന്നത്? ഒന്ന് നോക്കിക്കേ. -6 3 64 R3 12 3 4 12 3 20 444 R3 minus R. നമുക്കൊരു സംശയം തോന്നി നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് പിന്നെ ഒരു ക്ലാരിറ്റിയുടെ ആവശ്യം വരത്തില്ല. 0 6 0 6 17 20. എന്റെ ആൻസർ ഒന്ന് കാട്ടോ അടിയില്. അത് ഡെസിമല് വന്നിട്ടില്ലേ? ഡെസിമൽ വരത്തില്ലേ? ഇല്ല, ഞാൻ കോൺസ്റ്റന്റ് നമ്പർ ഉപയോഗിച്ചിട്ടുള്ളൂ.
ഇപ്പോ റോ 1 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റോ 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4R3 മൈനസ് 3R1 ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പൊ ഡെസിമല് വരാണ്ട് ചെയ്തുന്നുള്ളു. ഇല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വരുവോ? അത് ഇനിയിപ്പോ ലാസ്റ്റത്തെ ആൻസർ എത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ലാസ്റ്റത്തെ ആൻസർ എത്തി കഴിഞ്ഞാൽ അറിയുള്ളൂ തോന്നുന്നുണ്ട്. ലാസ്റ്റത്തെ ആൻസർ വന്നപ്പോ ശരിയായോ? ലൈക് 0 വന്നിട്ടുണ്ട് മാം. കറക്റ്റ് 3-0 ആയി പോയി. അടുത്തത് നോക്കിക്കേ. നെക്സ്റ്റ് 4 അല്ലേ ചെയ്യണ്ടേ? ഇത് നെക്സ്റ്റ് 4 സെയിം ഓപ്പറേഷൻ ചെയ്യുക. അത് പക്ഷെ സെക്കൻഡ് റോൾ നിന്നാണ് ചെയ്യണമെന്നുണ്ടോ? സെക്കൻഡ് റോ അല്ലേ ചെയ്യണ്ടേ? ഏതാണ്? ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിനെ 0 ആക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് എന്ത് ചേഞ്ച് വരുത്തുന്നു? ഇതിനെ 0 ആക്കാൻ ചെയ്യുന്ന ഓപ്പറേഷൻ എല്ലാ എലിമെന്റിനും സെയിം ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ തേർഡ് റോളത്തെ 4 ഇല്ലേ, 4 ഏത് റോ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണം? ഏതാണ്? എനിക്ക് മനസ്സിലായില്ല, ചോദിച്ചു. തേർഡ് റോളത്തെ നമ്മൾ തേർഡ് റോയിലെ 4 അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ തേർഡ് റോയിലെ 3യെ 0 ആക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. 3യെ 0 ആക്കുമ്പോൾ 3ക്ക് എന്ത് ചേഞ്ച് 0 ആക്കാൻ വേണ്ടി ചെയ്യുന്ന ചേഞ്ച് ഇവർക്ക് എല്ലാവർക്കും വരും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. നമ്മൾ ഇതിനെ നമ്മൾക്ക് ആക്കുക എന്നുള്ളത് നമ്മുടെ എയിം അല്ല. നമ്മുടെ എയിം ഇത് 0 ആക്കാനുള്ള എയിമാണ്. അത് 0 ആക്കാനായിട്ട് ഈ 4നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യണം. A11നെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യണം. Is it clear? Yes, ma'am. ചിലപ്പോ എറർ വരാൻ നല്ല ചാൻസ് ഉണ്ട്. എറർ വരും അല്ലേ? നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മെട്രിക്സിനകത്ത് അത് പോസിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഓപ്പറേഷൻ ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, ഈ R3 നമ്മൾ അങ്ങ് എഴുതുക. R3 becomes R3 minus R1 into 3/4 അല്ലേ? R3 3 4 5 11 എഴുതുക. ഈ ഓരോ എലിമെന്റിനെയും കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ, ഓരോ എലിമെന്റിനെയും എന്താണ് 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് 3 ആയി. ഇനി ഇതിനെ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഡെസിമൽ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, ഫ്രാക്ഷൻ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ആക്കി എഴുതി പോയാലും മതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. R3 മൈനസ് 3/4 R1. ഓക്കെ. എക്സ്പ്ലെയിൻ ചെയ്തു.
ചെയ്തു. ചെയ്തോ? ആ. ഇനി അടുത്തതിലോട്ട് നമ്മൾ വരുമ്പോൾ എന്താവും? ഇനി നമ്മൾ ഇതേപോലെ പിവറ്റ് കണ്ടൻസേഷൻ മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. സോ അടുത്തതിലും നമ്മൾ അടുത്ത റോയിലോട്ട് നോക്കുക. ഓക്കെ, അടുത്ത സെക്കൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തില്ലായിരുന്നോ? വി ലുക്ക് ഫോർ ദ ന്യൂമറിക്കലി ലാർജസ്റ്റ് ഓഫ് ദ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് കോളം. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കോളത്തിലോട്ട് വരുമ്പോൾ വീണ്ടും നോക്കുക, ഇവിടുത്തെ ലാർജസ്റ്റ് എലമെന്റ് ആണോ 2 ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത 2 എലമെന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ 2 ആൻഡ് 5.5 ഉണ്ട്. ഓക്കെ, നൗ കൺസിഡർ ഓൺലി ദ for the numerically largest element, the second and the third. Okay, first one ഇനി നമ്മൾ ഈ സെക്കൻഡും തേർഡും നോക്കുക. 2 എലമെന്റ് ചെയ്യാനായിട്ട് ഹയസ്റ്റ് ഏതാണോ, ഇത് ഹയസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 2ഉം 3ഉം കൂടെ ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് റോയും സെക്കൻഡ് റോയും കൂടെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു വീണ്ടും. ഓക്കെ, അതിനെ നമ്മൾ ഇനി നമുക്ക് എന്ത് വേണം? ഈ 3യെ നമുക്ക് 0 ആക്കണം. ഓക്കെ, 3യെ 0 ആക്കാനായിട്ട് നമ്മൾ ഈ എലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ചെയ്തോ? ഓക്കെ, ചെയ്തു. നമുക്ക് എത്ര കിട്ടിയോ? ഫ്രാക്ഷനായിട്ട് എഴുതിച്ചു.
x1 x2 എന്തോ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്തു. ഇത് ആൻസർ നോക്കിയാൽ മതി, നിങ്ങളുടെ ഫ്രാക്ഷനിൽ ഒന്ന് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. x1 2.98 എത്ര കിട്ടിയത് ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ ചെയ്തത് ഈക്വൽ ടു എങ്ങനെ കിട്ടി? ലൈക്ക് R3 അല്ലല്ല, ഞാൻ ചോദിച്ചത് സോൾവ് ചെയ്തോന്നാ ചോദിച്ചത്, ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയോ? ഇല്ല, ഞാൻ R3യുടെ റോ ചെയ്ത് കഴിഞ്ഞാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാംഗുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അതെ. ഇനി നമ്മൾ ബാക്ക്വേർഡ്സ് മൂവ് ചെയ്ത് x3 ഇവിടുന്ന് കിട്ടും, x3 ഈക്വൽ ടു ദിസ് ഡിവൈഡ് ബൈ ദിസ് അല്ലേ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് x2 കിട്ടും, x2ന്റെ x3 വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x1 കിട്ടും.
ആ മാം ചെയ്തു. ചെയ്തോ? എത്ര കിട്ടിയോ? എല്ലാത്തിലും ഡെസിമൽ വെച്ചിട്ടൊരു വ്യത്യാസമുണ്ട്. എത്ര കിട്ടി? x1 ഈക്വൽ ടു എനിക്ക് അത് 4.9 കിട്ടിയേ. അത് മിസ്റ്റേക്ക് വന്നല്ലോ. x1 മാത്രം. x3യും x2യും ലൈക്ക് ഒരു ഡെസിമൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. 2.03. ഏത് x2? x3 2.03 കിട്ടി. 3 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? 3 കഴിഞ്ഞിട്ട് കാൽക്കുലേറ്ററിലാ ചെയ്തേ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. 2.03 അടുത്തൊരു നമ്പർ ഉണ്ട്. കറക്റ്റ് 2 ഡെസിമൽ പ്ലേസ് നിന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് അതേ വന്നിരിക്കുന്നത്. 3.38 divided by 1.66. 3.38 divided by 1.66. 2.036. 36നെ 2 ഡെസിമൽ നമ്മൾ കറക്റ്റ് ചെയ്താണ് 04 എന്നായത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കറക്റ്റ് കിട്ടണം. x1 തെറ്റ് പറ്റിയിട്ടുണ്ട്. x1 നോക്കിക്കേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു മിസ്റ്റേക്ക് വന്നാൽ മുഴുവൻ മിസ്റ്റേക്ക് ആയി പോകും. അതിന്റെ വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ മെട്രിക്സിനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ, സപ്പോസ് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഏതെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മെട്രിക്സേ ചേഞ്ച് ആയി, പിന്നെ നമ്മൾ താഴോട്ട് ചെയ്യുന്ന എല്ലാം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഇച്ചിരി സമയം എടുത്ത് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളെങ്കിൽ. നമുക്ക് എക്സാമിന് 3 മണിക്കൂറിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ നല്ല ഈ എക്സർസൈസിലെ പ്രോബ്ലംസ് എല്ലാം ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്തു തീർക്കാം, അല്ലേ? എല്ലാം ചെയ്തു തീർത്തില്ലെങ്കിലും 2-3 എണ്ണമെങ്കിലും ഓരോ കാറ്റഗറിയിലും ചെയ്ത് പോകണം. എക്സാമിനേഷൻ വരെ എല്ലാ ദിവസവും അങ്ങനെ കൊണ്ടുപോകണം, വളരെ റെഗുലർ ആയിട്ട്. ഇത് എത്ര ആൻസർ കിട്ടിയെന്ന് പറഞ്ഞേ? 2 പോയിന്റ് എത്ര? x1ന്റെ ആൻസർ എത്രയായിരുന്നു കിട്ടിയത്? ഹലോ, മാം എനിക്കത് 4 കിട്ടിയത്. എറർ വന്നിട്ട് തോന്നുന്നുണ്ട്. 4 ആണ് എറർ. ഇതിൻ്റെ അകത്ത് തന്നെ തെറ്റാണ്. 3.38 ഡിവൈഡ് ബൈ 1.66 എന്ന് പറയുന്ന ഡിവിഷൻ തന്നെ 2.04 വരത്തുള്ളൂ, 98 വരത്തില്ല. അത് ശരിയാ മാം, അത് ശരി കിട്ടി. അത് എന്റെ ഡെസിമലില് വ്യത്യാസം എന്താ? x1ന്റെ 04 കിട്ടിയോ? x1 മാത്രമേ എന്റെ തെറ്റി വന്നിട്ടുള്ളൂ. x2യും x3യും ശരിയാ. x1ന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 2.04 എന്ന് വല്ലതും ആണോ കിട്ടിയത്? അല്ല, x1ന്റെ വാല്യൂ എനിക്ക് 4 ഡിവൈഡ് ബൈ 1.66 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2.061 സംതിങ് ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ 2 ഡെസിമൽ കറക്റ്റ് ചെയ്യുമ്പോൾ 2.04. അത് x3 അല്ലേ മാഡം പറയുന്നത്? 1.66 x3 അല്ലേ? എന്തോ ഇത് x3യുടെ x3 ആണ് മാം. അത് x1 മിസ് പറയണത്. ഓക്കെ, സോറി. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാ. x1ന്റെ ആണ്. ഓക്കെ, സോറി. ഇനി വരുമ്പോ x2 x1 x2 ഇതിൽ പുട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വരുന്നത് നോക്കണം. ബാക്കിയുള്ളവർ വാട്ട് അബൌട്ട് അതേഴ്സ്? എത്ര കിട്ടി പിള്ളേരെ? സംടൈംസ് there may be some printing mistakes ഉണ്ടാവാം.
ആ മാം x1 ശരിയാ കറക്റ്റാ. 2.98 കിട്ടിയോ? ആ 2.975 2.98. അപ്പൊ 2 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് നമ്മൾ അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടിയോ പിള്ളേരെ? കിട്ടിയോ? ഹലോ ഇല്ല, ചെയ്ത് തന്നോണ്ടിരിക്കണേ. ആണോ? ഓക്കെ ഓക്കെ. ഒരാളോട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം ഇത് ചെയ്ത ആളാരായിരുന്നു? ഇപ്പൊ ചെയ്ത് ആൻസർ പറഞ്ഞ ആളാരായിരുന്നു? പേരൊന്ന് പറയുവോ? പ്രണവ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പ്രണവല്ലേ മുമ്പേ സംശയം ചോദിച്ചത് നമ്മള് എന്താണ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്കിനും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ? ഓക്കെ. അപ്പൊ പ്രണവ് ആ ചെയ്ത് അതുപോലെ ഒന്നുകൂടി ചെയ്ത് ഇപ്പൊ സമയമുണ്ട്, പറ്റുന്ന അല്ലെങ്കിൽ നാളെ അതൊന്ന് ചെയ്ത് ആൻസറിലോട്ട് വരിക. ആൻസർ സെയിം തന്നെയല്ലേ വരുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ആ ഒരു ഇതിലല്ല അവർ ചെയ്തിരിക്കുന്നത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെയ്ത മെത്തേഡിലുണ്ടല്ലോ, അതായത് ഫ്രാക്ഷൻ വരാതിരിക്കാനുള്ള ഒരു മാർഗമാണത്. ഓക്കെ. അങ്ങനെ നമ്മൾ ചെയ്ത് സോൾവ് ചെയ്ത് ആൻസർ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ ഇവര് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പോഴൊന്ന് ശ്രമിച്ചു നോക്കിക്കേ, ആൻസർ സെയിം തന്നെയല്ലേ കിട്ടുന്നതെന്ന്. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് മാത്രമേ പറ്റൂന്നൊന്നുമില്ല. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടും പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മുടെ ഒരു കുറച്ച് കോൺട്രിബ്യൂഷനും ഇതിനകത്ത് കയറി വരും. മാഡം കുറച്ച് സ്ക്രോൾ ചെയ്യാം മോളിക്ക്. ക്വസ്റ്റ്യൻ കാട്ടി തന്നാൽ മതി നേരത്തെ. ഇത് മുമ്പേ ചെയ്ത പോലെ കൺവേർട്ട് ചെയ്ത് ഇപ്പൊ ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ നാളെ ഇന്നിപ്പോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറിയണമല്ലോ അല്ലേ? നമ്മുടെ ആ ലോജിക്കിന് മിസ്റ്റേക്ക് ഒന്നുമില്ല. നമുക്ക് അറിയണമല്ലോ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതേ റൂൾ തന്നെ ഉപയോഗിക്കണം നമ്മൾ. അതേ A22 A33 ഏതാ ബിൽഡ് നോക്കിയിട്ട് അതേമാതിരി സ്വാപ്പ് ചെയ്തിട്ട് അതേ റൂൾ ഉപയോഗിക്കും. അത് വേണം, എങ്കിലേ ഇതിന്റെ ആൻസറിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. പിവറ്റ് കണ്ടൻസേഷൻ മെത്തേഡ് നമ്മൾ അത് തന്നെ റൂളിന്റെ ആ മെത്തേഡിന്റെ റൂളാ. ഇവിടെ നമ്മൾ മാട്രിക്സ് ഓപ്പറേഷന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാൻ R3യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് R3 becomes R3 minus 3R1. ഇതല്ലേ ഉദ്ദേശിച്ചത്? R3 becomes 4R3 minus 3R1. ഇതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെ ചെയ്ത്, അതായത് ഫ്രാക്ഷൻ വരാതെ നമ്മൾ ചെയ്തു വരിക. ചെയ്ത് ലാസ്റ്റ് ആൻസറിലോട്ട് വരണം. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി കുട്ടികൾ ഒരാളെവിടെയെങ്കിലും ചെയ്യുമ്പോൾ പറയണം കേട്ടോ. നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇത് പിന്നെ ചെയ്താൽ മതി കേട്ടോ. ഹലോ, അത് നാളെ ചെയ്തിട്ട് വരണം. നാളെ ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം ക്ലാസ്സിൽ. ഓക്കെ, നൗ കം ടു ദ ഇറ്ററേറ്റീവ് മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ടും ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇനി we will move to the iterative method. The method we have discussed above are called direct method. There is another approach for solving the linear simultaneous equation known as the iterative method. In an iterative method, we start ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ from an approximate solution and improve it by repeat use of the method called iteration. Same method നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. When two successive solutions agree with a desired accuracy, we stop the process and take it as the final solution. But these methods do not guarantee stopping of process or solution for a general system of equation. However, these methods guarantee solution for some particular classes of equation. For example, coefficient matrix is diagonally dominant. അപ്പം ഈ iterative methods നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് ഡയഗണലി ഡോമിനന്റ് ആയിട്ടുള്ള മെട്രിക്സിനെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, is it clear? Okay, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മെത്തേഡ്. ദാറ്റ് ഈസ് a matrix is said to be diagonally dominant if the modulus of the diagonal element in any row is greater than the sum of the moduli of the other elements in that row. Okay, അപ്പോൾ ഡയഗണൽ എലമെന്റിന്റെ വാല്യൂ
modulus, അതായത് absolute value of the diagonal element should be greater than or equal to the sum of the moduli of the elements in that row. First row എടുക്കുകയാണെങ്കിൽ A11. A11 ന്റെ value should be greater than modulus of. Absolute value should be greater than sum of the values of. A11 ആണെങ്കിലോ A12 plus A13 plus etc. എത്ര എണ്ണം ഉണ്ടോ അത്രയായിരിക്കണം. അതിനാണ് നമ്മൾ ഡയഗണലി ഡോമിനന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, is it clear? Yes, sir. It is important to note that sometimes the matrix A may not look diagonally dominant, but by changing the order of the equations, അപ്പോൾ നമ്മൾ ഇക്വേഷനെ ഇന്റർചേഞ്ച് ചെയ്യുക, അതായത് റോസ് തമ്മിൽ ചെയ്യുമ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് മേ ബി കൺവേർട്ടഡ് ടു ഡയഗണലി ഡോമിനന്റ്. For other forms, Ax equal to B also the method solve the system, there is no guarantee. അപ്പം നമ്മൾ ഡയഗണലി ഡോമിനന്റ് ആയിട്ടുള്ള മെട്രിക്സിനാണ് നമ്മൾ ഇനി പറയുന്ന രണ്ട് ഐറ്ററേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദീസ് മെത്തേഡ്സ് ആർ കോൾഡ്, one is Gauss-Jacobi iteration method and second one Gauss-Seidel iterative method. Okay, അപ്പോൾ ഡയഗണലി ഡോമിനന്റ് ആയിട്ടുള്ള മെട്രിക്സുകൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ഗ്യാരണ്ടി പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഡയഗണലി ഡോമിനന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. എങ്ങനെ? നമുക്ക് ഇന്റർചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ. Okay, if possible, sometimes matrix may look diagonally dominant, but by changing the order of the equation the order change ചെയ്ത് diagonally dominant ആയിട്ട് നമുക്ക് വേണേൽ കൺവേർട്ട് ചെയ്തിട്ട് this method can be applied. Otherwise, this method fails. Is it clear? Yes, ma'am. Okay. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓക്കെ, ഒരു 3/3 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി let us assume that the equations are arranged so that the matrix is diagonally dominant. Okay, now we solve it. Let us assume that the equations are arranged. Okay, okay, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് ഫസ്റ്റ് വേരിയബിൾ അങ്ങ് എഴുതുന്നു. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദ അതർ ടു വേരിയബിൾസ്. അതായത് A11 x1 ദിസ് ഇക്വേഷൻ, ഇതിനകത്തുനിന്ന് A11 x1 മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കി രണ്ടെണ്ണം റൈറ്റ് സൈഡിൽ പോയാൽ എന്താവും? B1 മൈനസ് A12 x2 മൈനസ് A13 x3. ഇസ് ഇറ്റ് ക്ലിയർ? അതിനെ ഇതിന്റെ കോഎഫിഷ്യന്റ് A11 ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ എഴുതുന്നു ഇൻ ടേംസ് ഓഫ് ദ അതർ ടു വേരിയബിൾസ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Similarly, second equation യൂസ് ചെയ്തിട്ട് സെക്കൻഡ് വേരിയബിളിനെ എഴുതുന്നു. ദാറ്റ് ഈസ് ഇതിനകത്ത് A22 x2 ലെഫ്റ്റ് സൈഡിൽ വെച്ച് ബാക്കി റൈറ്റ് സൈഡിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് B2 മൈനസ് A21 x1 മൈനസ് A23 x3. ദെൻ ഇതിനെ x2 കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് x2. Is it clear? Yes, ma'am. സിമിലർലി തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തേർഡ് വേരിയബിളിനെ എഴുതുന്നു. ഓക്കെ, തേർഡ് ഇക്വേഷനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ടിനെ, അതായത് തേർഡ് വേരിയബിളിനെ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തേർഡ് വേരിയബിൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് വേരിയബിൾ ലെഫ്റ്റ് സൈഡിൽ വരിക, ബാക്കി മുന്നേ റൈറ്റ് സൈഡിൽ കൊണ്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും വി ഗെറ്റ് തേർഡ് വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദ അതർ ടു വേരിയബിൾസ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ, എത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വേരിയബിളിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദി അതർ ടു വേരിയബിൾസിൽ എഴുതുന്നു. തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തേർഡ് വേരിയബിളിനെ ഇൻ ടേംസ് ഓഫ് ദി അതർ ടു വേരിയബിൾസിൽ എഴുതുന്നു. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. x1 ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് x2 ആൻഡ് x3, x2 equal to in terms of x1 and x3, x3 equal to in terms of x1 and x2. Is it clear? Yes, ma'am. Okay. As stated above, നമ്മൾ സ്റ്റാർട്ട് ഫ്രം നമ്മൾ പറഞ്ഞു ഒരു ഇനീഷ്യൽ സൊല്യൂഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നിന്ന് അതിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നു. ദെൻ കൺവേർജ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. Is it clear?
Yes, ma'am. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇനിഷ്യൽ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് വേരിയബിളിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വി അസ്യൂം ദാറ്റ് x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0, x3 ഈക്വൽ ടു 0. ഓക്കെ, is it clear? Yes, ma'am. And എന്ത് നൊട്ടേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, x1 ഓഫ് 1, x1 ഓഫ് n. ഫസ്റ്റ് ഐട്രേഷൻ ആണെങ്കിലോ x1 ഓഫ് 1, സെക്കൻഡ് ഐട്രേഷൻ ആണെങ്കിലോ x1 ഓഫ് 2. ഓക്കെ, ദ സൂപ്പർഫിക്സിൽ കൊടുത്തിരിക്കുന്ന n ഡിനോട്ട്സ് ദ iteration number. Is it clear? Yes, ma'am. Now come to first method. In Gauss-Jacobi iteration method, x1 of n plus 1, n plus 1 ന്റെ iteration എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, nth iteration നമ്മൾ യൂസ് ചെയ്ത കിട്ടിയ വാല്യൂ ഓഫ് x2 x3 പുട്ട് ചെയ്യുക. Is it clear? n equal to 0, ഫസ്റ്റ് iteration at n equal to 0 നമ്മൾ കൊടുത്തോണ്ട് x1 of 1 equal to x2 of 0, അതായത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന വാല്യൂ ആദ്യം നമ്മൾ ഇനിഷ്യലി അസ്യൂം ചെയ്യും, അതിന്റെ പ്രീവിയസ് വാല്യൂ നമ്മൾ ആദ്യം 0 0 അസ്യൂം ചെയ്യുന്നു അല്ലേ. 0 0 അസ്യൂം ചെയ്യുമ്പോൾ ഈ രണ്ട് ടേം 0 ആയിപ്പോവും, ഈ രണ്ട് ടേം 0 ആയിപ്പോവും, ഈ രണ്ട് ടേം 0 ആയിപ്പോവും. അപ്പോൾ x1ന്റെ x2ന്റെയും x3യുടെയും വാല്യൂ നമുക്ക് കിട്ടും ഫസ്റ്റ് ഐട്രേഷൻ n equal to 1. Is it clear? Yes, ma'am. Okay. ഇനി അവിടെ നമുക്ക് x1 x2 x3യുടെ ഒരു വാല്യൂ കിട്ടി n equal to 1. ഇനി അടുത്തത് n equal to 2നെ നമ്മൾ കൊടുക്കുന്നെങ്കിലോ x1 ഓഫ് n equal to 0 കൊടുക്കാം, n equal to 1 കൊടുക്കുമ്പോൾ x1 ഓഫ് 1 plus 1 x1 ഓഫ് 2 കിട്ടും. x1 ഓഫ് 2 എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന b1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് a12 ഇൻറ്റു x2 ഓഫ് 1, ഇവിടെ x3 ഓഫ് 1. Is it clear? Yes, ma'am. നമ്മുടെ ഈ ഒരു കൺഫ്യൂഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഗോസ് സീഡൽ മെത്തേഡ് അവിടെ കേട്ടൊക്കെ നമുക്ക് ആദ്യം ഗോസ് ജാക്കോബി മെത്തേഡ് നോക്കാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഗോസ് മോസ്റ്റ് റീസെന്റ് വാല്യൂസ്. ഓക്കെ, അതവിടെ കിടക്കട്ടെ, നമ്മൾ ഇത് ചെയ്തിട്ട് ഗോസ് ജാക്കോബി ചെയ്തിട്ട് നമുക്ക് ഗോസ് സീഡലിലോട്ട് വരാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, നമുക്കൊരു പ്രോബ്ലം സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ ഗോസ് ജാക്കോബി മെത്തേഡ്. ഗോസ് സീഡൽ അവിടെ കിടക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ നോക്കി, -4x1 plus x2 plus x3 equal to 21, 5x1 minus x2 plus x3 equal to 14, and this is the third equation. നമ്മൾ ഫസ്റ്റ് നോക്കുക ഡയഗണലി ഡോമിനന്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഡയഗണലി ഡോമിനന്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് ഹയസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് ഏതാ വരുന്നത്? 5 ആണ് അല്ലേ? അല്ലേ? ഹലോ, അതെ അതെ. അപ്പോൾ നമ്മൾ ഇതിനെ ഹയസ്റ്റ് വാല്യൂ ഫസ്റ്റ് സെക്കൻഡ് കൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് വരും. ഓക്കെ, ഇനി സെക്കൻഡ് കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ ഏതാന്ന് നോക്കിയേ, 8 ആണ് വരുന്നത്. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് വരും. ഇനി തേർഡിലെ നോക്കിക്കേ, ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് വരും. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഡയഗണലി ഡോമിനന്റ് ആക്കി എഴുതി വെക്കണം. ഇക്വേഷനെ അങ്ങനെ ആക്കിയിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നും കൂടെ ഒന്ന് നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ ഡയഗണലി ഡോമിനന്റ് സിസ്റ്റം ഓഫ് ആയ ഒരു മെട്രിക്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എങ്കിലേ നമ്മൾ ഈ രണ്ട് മെത്തേഡും നമ്മൾ പറഞ്ഞു, എങ്കിലേ നമ്മൾ ഈ രണ്ട് മെത്തേഡിന്റെ സൊല്യൂഷന് ഗ്യാരണ്ടി ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓർക്കുന്നോ നമ്മൾ വായിച്ചത്?
അത് നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ ആദ്യമേ നമ്മൾ ഡയഗണലി ഡോമിനന്റ് ആക്കി വെക്കാൻ നമ്മൾ എന്ത് നോക്കണം? ഫസ്റ്റ് കോളത്തിൽ നോക്കുക, അതിന്റെ ഹയസ്റ്റ് വാല്യൂ ഏത് വരുന്നു അതായിരിക്കണം ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കോളം നോക്കുക, അതിന്റെ ഹയസ്റ്റ് വാല്യൂ വരുന്ന ഏതാണോ അതായിരിക്കണം സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് കോളം നോക്കുക, തേർഡിന്റെ ഹയസ്റ്റ് വാല്യൂ വരുന്ന ഏതാണോ അതായിരിക്കണം തേർഡ് ഇക്വേഷൻ. അതാണ് ഡയഗണലി ഡോമിനന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ. ഇത് നോക്കി, ഇവിടുത്തെ ഈ ഡയഗണൽ ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റിന്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സം ഓഫ് ദ അതർ വേരിയബിൾസിന്റെ കോയിഫിഷ്യൻസ്, അല്ലേ? ഇവിടെ x2ന്റെ കോയിഫിഷ്യന്റ് 1 ഇത് 1 ആണ്. 1 + 1 2, ദാറ്റ് ഈസ് 5 ഗ്രേറ്റർ ദാൻ 2. ഇവിടെ നോക്കിയേ 2 2 ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഏതാ? 2 2 അല്ലേ സെക്കൻഡ് ഇക്വേഷന്റെ വരുന്നത്? ദിസ് ഈസ് 8, ഇതിന്റെ വാല്യൂ എത്രയാ? 2, ഇതിന്റെ വാല്യൂ ഈക്വൽ ടു 1. നമ്മൾ ന്യൂമറിക് അബ്സല്യൂട്ട് വാല്യൂ എടുക്കാവുള്ളൂ, സൈൻ നോക്കണ്ട. ദാറ്റ് ഈസ് 2 + 1 ഈക്വൽ ടു 3, where 8 is greater than 3. Is it clear? Hello? Yes. And for third equation also, a33 equal to 10. ഇതിന്റെ സം എത്രയാ? ഇത് 4, ഇത് 1. 4 + 1 5. See, 10 greater than 5. Now we rearrange it as the diagonally dominant matrix. Is it clear? Yes, ma'am. Okay. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഗോസ് ജാക്കോബി സ്കീം അനുസരിച്ച് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് വേരിയബിൾ എഴുതുക. x1 of n + 1 equal to 14 മൈനസ് ഈ മൈനസ് x2 ആയതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് പോയപ്പോൾ പ്ലസ് x2 ഓഫ് n. അതിന്റെ തൊട്ട് പ്രീവിയസ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, n+1 ഇറ്ററേഷനിൽ അതിന്റെ ജസ്റ്റ് പ്രീവിയസ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. x2 ഓഫ് n. ഇനി x3 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് x3 ഓഫ് n. x1ന്റെ കോയിഫിഷ്യന്റ് ഏതായിരുന്നു? ഡിവൈഡ് ബൈ 5. Is it clear? Yes, ma'am. Call it as equation 1. Same way, second equation use ചെയ്തിട്ട് x2 എഴുതുക. x2 of n + 1 equal to -7 minus 2x1 of 1 plus x3 of n divided by the coefficient 8. This is called it as equation 2. Now using the third equation, we write the variable x3 of n + 1 equal to 21 plus 4x, if the right side to vary, 4x1 of n minus x2 of n divided by x3 the coefficient. This is equation 3. Is it clear? Yes, ma'am. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഇക്വേഷൻ എഴുതി ഇത്രയും എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ ദ ഗോസ് ജാക്കോബി മെത്തേഡ്. കേട്ടോ, ഗോസ് ചെയ്താൽ അവിടെ കിടക്കട്ടെ. ഇത് ചെയ്തൊന്നിട്ട് നമുക്ക് അതിലോട്ട് വരാം. നമ്മൾ ഡയഗണലി ഡോമിനന്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഡയഗണലി ഡോമിനന്റ് ആക്കുക. ആഫ്റ്റർ ദാറ്റ് തന്നിരിക്കുന്ന ഇക്വേഷൻസ് അനുസരിച്ച് ഫസ്റ്റ് വൺ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എഴുതുക. x1 of n + 1. n + 1th iteration എന്ന് പറയുന്നതാണ്. That depends upon the previous values. nth iteration ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് അതിന്റെ മീനിങ്. ഇത്ര എഴുതുക. അതിന് ഇക്വേഷൻ നമ്പറും കൊടുക്കുക. അപ്പൊ നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുണ്ടാവും.
എഴുതി ഇത്രയും? ആ എഴുതിയോ? ഇനി നമ്മള് ഹലോ മുന്നോട്ട് പോട്ടെ. യെസ് മിസ്. ഇനി നമ്മൾ initially we assume that the initial solution is x1 equal to x2 equal to x3 equal to 0. Okay. Now x1 of 1, first iteration, x1 of 1 equal to, see, x2 of 0, x3 of 0 എന്ന് പറയുന്നത് 0 ആണ്. So x1 of 1 will be equal to 14 by 5. x2 of 1 equal to minus 7 by 8 because these two are 0 initially. ഈ വാല്യൂ പുട്ട് ചെയ്യുക ഇവിടെ 1, 2, 3 and x3 equal to 21 by 10. ഇവിടെ നമ്മൾ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നിടത്തെല്ലാം നമ്മൾ 2 ഡിജിറ്റിന് കറക്റ്റ് ചെയ്തോളുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയണം ഇത്ര ഡെസിമലിന് കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഡെസിമലിന് കറക്റ്റ് ചെയ്ത് പോവുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയി പിള്ളേരെ? ഹലോ, x3 ഒന്ന് പറഞ്ഞുതരൂ. ഇനിഷ്യലി വി അസ്യൂം ദാറ്റ് നമുക്ക് ഇനിഷ്യൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇറ്ററേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇനിഷ്യൽ ഒരു സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അടുത്ത സൊല്യൂഷനോട്ട് വരുന്നു അപ് ടു കൺവേർജ് ചെയ്യുന്ന വരെ. അതാണ് അതിൻ്റെ ഒരു ജനറൽ പ്രൊസീജിയർ. ഓക്കെ ഓക്കെ. ഇനി നമ്മുടെ ഗോസ് ജാക്കോബി മെത്തേഡിൽ നമ്മൾ ഓരോ വേരിയബിളിനെയും ഓരോ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഓരോ വേരിയബിളിനെയും നമ്മൾ എഴുതി. ആൻഡ് ഇനിഷ്യലി വി അസ്യൂം ദാറ്റ് അവർ ഇനിഷ്യൽ സൊല്യൂഷൻ ഈസ് x1 equal to x2 equal to x3 equal to 0. Is it clear? യെസ് മിസ്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ഐട്രേഷൻ x1ന്റെ x1 of 1 x2 of 1 of, അതായത് ഫസ്റ്റ് ഐട്രേഷൻ ഇതായിരുന്നു ഇനീഷ്യൽ സൊല്യൂഷൻ. ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുക നമ്മൾ. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ വാല്യൂ പുട്ട് ചെയ്യുക. ഇപ്പൊ ഈ പ്രീവിയസ് വാല്യൂ കിട്ടിയിരിക്കുന്നത് x1 x2 0, x1 x2 x3 0 വാല്യൂ ഇക്വേഷൻ 1ലും ഇക്വേഷൻ 2ലും ഇക്വേഷൻ 3ലും പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഐട്രേഷന്റെ വാല്യൂ കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്? x1 of 1 equal to, ഈ 2 ടേമും 0 അല്ലേ, which is equal to 14 by 5. Is it clear? യെസ് മാം. ഓക്കെ. ആ x2 of 1 എന്ന് പറയുന്നത് എത്ര വരും? ഈ 2 ടേം 0 ആണ്, കാരണം നമ്മൾ ഇനിഷ്യൽ വാല്യൂ 0 അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇറ്റ് വിൽ ബി minus 7 by 8. Similarly, x3 of 1 equal to, see, these 2 terms will be 0, that will be 21 by 10. This is the first iteration. Is it clear? ഓക്കെ ഓക്കെ. യെസ് മാം. ഇത്രയും ചെയ്ത് ഫസ്റ്റ് വൺ ചെയ്ത് എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
ഓക്കെ മാം. കിട്ടിയോ? ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് ഐട്രേഷനിലോട്ട് പോവുക. സെക്കൻഡ് ഐട്രേഷനിൽ x1 ഈ സൂപ്പർഫിക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്ന ഐട്രേഷൻ നമ്പറാണ്. ഓക്കെ, ദെൻ x1 എന്ന് പറയുന്നത് ഇക്വേഷൻ 1 യൂസ് ചെയ്തിട്ട് എങ്ങനെ വരും? 14 ഈ ഇവിടെ കിട്ടിയ ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടിയ വാല്യൂ പുട്ട് ചെയ്യുക. 14 മൈനസ് ഇവിടെ നമുക്ക് എന്തായിരുന്നു? by using equation this 14 ഇവിടെ x2 എത്ര കിട്ടിയത്? -0.88 മൈനസ് x3 എത്ര നമുക്ക് കിട്ടിയത്? 2.10 ഡിവൈഡ് ബൈ 5. Is it clear? Yes, ma'am. Okay. അതുപോലെ സെക്കൻഡ് ഐട്രേഷനിലെ സെക്കൻഡ് വേരിയബിൾ x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ സെക്കൻഡ് ഇക്വേഷൻ ഓരോ ടൈമിലും നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. -7 -2 ഇൻറ്റു x1 എത്ര കിട്ടിയത് നമുക്ക്? 2.8 പ്ലസ് x3 എത്ര കിട്ടിയത്? 2.1 ഡിവൈഡ് ബൈ 8. Is it clear? Hello? Yes, ma'am. Now come to using the third equation x3 equal to 21 plus 4 x1 ഏതായിരുന്നു കിട്ടിയത്? 2.8 minus x2 minus that becomes plus 0.88 divided by 10. You get the third variable in the second iteration. That's in the meaning x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. This is the second iteration number superfixil വരുന്നു. The variable number x1, x2, x3 are the variables. Is it clear? Clear ആയില്ലേ? Yes, ma'am. അപ്പൊ ഇത് ചെയ്തേ, ഈ സ്റ്റെപ്പ് ചെയ്തേ. നമ്മൾ ഇച്ചിരി tedious പ്രോസസ് ആണ് ന്യൂമറിക്കൽ സൊല്യൂഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെയ്യുക. എഴുതുമ്പോൾ സൈൻ ഒന്നും മാറിപ്പോകാതെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു വരണം.
യെസ് മാം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്തിലോട്ട് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സി, നമ്മളിങ്ങനെ ഒരു ടാബുലർ ഫോമിൽ എഴുതി വരുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാവും കണ്ടുപിടിക്കാനായിട്ട്. ടാബുലർ ഫോമിൽ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് അത് കണ്ടുപിടിക്കാൻ. ഇത് ഫസ്റ്റ് ഐട്രേഷൻ, ഇത് ഇനിഷ്യൽ വാല്യൂ എക്സ് ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഐട്രേഷൻ ഏതായാലും നമുക്ക് കിട്ടിയത് 2.8, 0. minus 0.88, then x3 equal to 2.10. Okay, second iteration 2.20 minus 1.11, 3.31. ഇനി സെയിം വേ ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ചെയ്യും? x1 of 3 എന്ന് പറയുന്നത് ഏത് വരും? 14 മൈനസ് x2 of 2 അല്ലേ? ഈ ഇക്വേഷനകത്ത് ഇക്വേഷൻ 1, 2, 3 യൂസ് ചെയ്തിട്ട് തേർഡ് ഐട്രേഷനിലോട്ട് വരിക. വന്ന് ചെയ്ത് നോക്കിക്കേ, ചെക്ക് ചെയ്ത് നോക്കിക്കേ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ടെൻഡൻസി ഇങ്ങോട്ട് നോക്കിക്കേ. അത് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ? അടുത്ത ഐട്രേഷൻ ചെയ്ത് നോക്കിക്കേ. x1 of 3. ഹലോ, യെസ് മാം. ഓക്കെ, x1 of 2 നമ്മുടെ കയ്യിലുണ്ട്. ഈ വാല്യൂ വേണം ഈ ഇക്വേഷനകത്ത് പുട്ട് ചെയ്യാനായിട്ട്, x2ന്റെ x3യുടെയും വാല്യൂ. ജസ്റ്റ് പ്രീവിയസ്ലി നമുക്ക് ഏതാണോ കിട്ടിയത് ആ വാല്യൂ പുട്ട് ചെയ്തിട്ട് ചെയ്യുക. x1 of 3, x2 of 3 ആൻഡ് x3 of 3 കണ്ടുപിടിച്ചേ. ഞാൻ കുറച്ച് സ്ക്രോൾ ചെയ്യാം മോളിക്ക്. ഇക്വേഷൻ എഴുതിയില്ലായിരുന്നു നമ്മള്? ജസ്റ്റ് കൺഫേം ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ 1, 2, 3 ഓരോ ടൈമിലും ഇക്വേഷൻ 1 യൂസ് ചെയ്തിട്ട് x1 ചെയ്യുക, ഇക്വേഷൻ 2 യൂസ് ചെയ്തിട്ട് x2 ചെയ്യുക, ഇക്വേഷൻ 3 യൂസ് ചെയ്തിട്ട് x3 ചെയ്യുക. അത് നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് ടാബിൾ ഫോമിൽ എഴുതിയാൽ നമുക്ക് അടുത്തതിലോട്ട് എഴുതാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് x1ന്റെ പ്രീവിയസ് വാല്യൂ x1 of 2, x2 of 2, x3 of 2. 3യിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇവരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, യെസ് മാം. ഓക്കെ, അപ്പൊ നമ്മൾ ടേബിളോട് വരച്ച് നമ്മൾ പോയാൽ നിങ്ങൾക്ക് അടുത്ത ടേബിളിൽ അടുത്ത ഇക്വേഷൻ്റെ അകത്തോട്ട് വാല്യൂ പുട്ട് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവും, ഈ ഇക്വേഷനകത്തോട്ട് അല്ലേ? അടുത്ത ചെയ്തേ, 3യുടെ ചെയ്തേ.
കിട്ടി. ഓക്കെ, എത്ര കിട്ടി നമ്മുടെ വാല്യൂ? 3യില് കിട്ടിയോ? x1ന്റെ വാല്യൂ 1.88, x2ന്റെ വാല്യൂ -1.01 ആൻഡ് x3 ഈക്വൽ ടു 3.11. കിട്ടിയോ? സെയിം വേ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? n ഈക്വൽ ടു 4 വരിക. ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് അടുത്ത വാല്യൂ എഴുതുക. ഏതാ? നമ്മുടെ ഇക്വേഷൻസ് 1, 2 and 3 യൂസ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത വാല്യൂ കൂടെ ചെയ്തേ. x1 of 4, x2 of 4 and x3 of 4.
Yes, ma'am, ചെയ്തു. ഓക്കെ, 3T. Fourth one, 1.98 minus 0.96, 2.95. കിട്ടിയോ? ഓക്കെ, അപ്പൊ അതുപോലെ 5th one, 6th one, 7th one, 8th one. 8th വണ്ണിലോട്ട് വന്നപ്പോ നോക്കിയേ, x1ന്റെ വാല്യൂ രണ്ടും ഈക്വൽ ആയി, x2ന്റെ വാല്യൂ രണ്ടും ഈക്വൽ ആയി. അതാണ് നമ്മൾ കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞത്. x3യുടെ വാല്യൂ രണ്ടും ഈക്വൽ ആയി. ക്ലിയർ? Now we can stop here and ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ആൻസർ എഴുതുക. x1, the solution of x1 or the value of x1 will be equal to 2 and the value of x2 equal to -1 and value of x3 equal to 3. അപ്പൊ ഇത് മൂന്നും എന്താ പറയാ ഹോൾ നമ്പർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെസിമലും കൂടെ കയറി വരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഡെസിമൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോമിറ്റിയിൽ എഴുതണം. 2.00 minus 1.00 3.00. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ വളരെ ക്ഷമയോ ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് tedious ആണ്, പക്ഷെ അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ല. നമ്മൾ കുറച്ച് ക്ഷമയോടെ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് tedious ആണ്, കാരണം വെച്ചാൽ കുറച്ച് ലെങ്തി ആണ്, അല്ലേ? നാളെ വരുമ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടേ വരാവുള്ളൂ കേട്ടോ. നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞിട്ട് ക്ലാസ് അങ്ങ് നിർത്തുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഏൽപ്പിച്ചിരുന്നു. ഏതാണ് നമ്മുടെ മെട്രിക്സിന്റെ, അതൊന്ന് ചെയ്ത് നോക്കി മാം. പക്ഷെ അതിലേ x3 ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ x3യില് എല്ലാ വട്ടം 2 മാത്രമേ ഉള്ളൂ, ഒരു ഹോൾ നമ്പർ 2 മാത്രമേ ഉള്ളൂ, 0.04 കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല. ഇത് -2 and x3 equal to 2. 2 അല്ല, 2.38 എന്ന് പറയുമ്പോൾ 3 വരും. x3 അപ്പുറത്ത് 8 x3. ഓ സോറി, x1 3 കിട്ടിയോ? ഇല്ല, ഞാൻ x3 2 മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി ചെയ്യാനൊന്നുമില്ല, കാരണം 2.04 അല്ലേ വരുന്നത്, 2 വരെ കിട്ടിയുള്ളൂ x3. അത് പ്രശ്നമില്ല. ഇത് എന്താ 2.04 വന്ന എന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എറർ ഹാപ്പൻ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇതിനെ ഡെസിമലിലോട്ട് കൊണ്ടുവന്നില്ലേ, ഇവിടെ ഫ്രാക്ഷനെ നമ്മൾ കറക്റ്റ് ചെയ്തില്ലേ 2 വാല്യൂന്. ആ ഒരു എറർ അവിടെ കിടപ്പില്ലേ, റൗണ്ടിങ് എറർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ റൗണ്ട് ചെയ്യുമ്പോഴോ ട്രങ്കേഷൻ എറർ, റൗണ്ടിങ് എറർ, ഈ വക എററുകൾ ഇവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വന്നത്. നമ്മൾ ഹോൾ നമ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ എറർ ഇല്ല. ഈ വാല്യൂലോട്ട് നമ്മൾ വരാം. അത് വരുമ്പോഴത്തേക്കിന് എന്ത് വരും? x1 equal to 3ഉം x2 equal to -2ഉം x3 equal to 2 എത്തണം. അതാണ് പോസിബിലിറ്റി. ഞാനിത് നോക്കിയിട്ട് പറഞ്ഞ, ഞാൻ ചെയ്ത് നോക്കിയിട്ടല്ല പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ ഒരു എറർ ഹാപ്പൻ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നാളെ ഒന്ന് ചെയ്തിട്ട് വരണം കേട്ടോ. ആ ഒരു തിങ്കിങ് എന്താ പറയാ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വെരി ഗുഡ് ആണ്. അത് നമ്മൾ ഒരിക്കലും കളയരുത്, അതിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരണം. മനസ്സിലായി? അപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു നോക്കി ഇതിൽ തന്നെ, അല്ലേ? നമ്മൾ തന്നെ പഠിച്ചു വന്നില്ല. അതാണ് നമ്മൾ കുറച്ച് സമയം മാത്തമാറ്റിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞ്, നിങ്ങൾ മാത്തമാറ്റിക്സ് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സബ്ജക്ട് പഠിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ ആ റീസണിങ് പാർട്ട്, തിങ്കിങ് എബിലിറ്റി, ആ ലോജിക്കൽ പാർട്ട്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. എല്ലാവരും എന്താ പറയാ അനാറ്റമിക്കലി ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് എല്ലാവർക്കും 24 hours കിട്ടുന്നത്. നമ്മൾ അതിനെ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സാധനം, അത് യൂസ് ചെയ്യണം. ഓക്കെ, എനിവേ ലെറ്റ് us stop today's class. ക്ലാസ് നിർത്തട്ടെ? ബാക്കിയുള്ളവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ.